നൈറ്റിലാണ് മെജോറിറ്റി സീൻ നടക്കുന്നത്. അപ്പോൾ അവർ അറ്റ്മോസ്ഫിയർ, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, കട്ട്സ് ഇതൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ലാസ്റ്റത്തെ അരമണിക്കൂറിലാണ് ഈ റിവീലിംഗ് തുടങ്ങുക. സസ്പെൻസ് പോലെ റിവീൽ ചെയ്യണ പോലെ പ്ലോട്ട് ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് അവർ ബിൽഡ് ചെയ്ത രീതി, കൊടുന്ന രീതി ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പേഴ്സണലി ഞാനത് നമുക്കറിയാം, ഇവരൊക്കെ നമുക്ക് ഊഹിക്കാം ഇവരൊക്കെ ആവും, അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കും എന്നൊക്കെ വായിക്കാം. പക്ഷെ ഇത് എങ്ങനെ ഇവർ കണ്ടെത്തുന്നു, എങ്ങനെ അതിലേക്ക് എത്തുന്നു, അതും ഈ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. ഒന്ന് ഇവരുടെ മേക്കിംഗ്, പിന്നെ മാറ്റ് ഡാമനും ബെൻ അഫ്ലക്കും തുടങ്ങിയ സ്റ്റീവൻ ഇയാൻ, കെയിൽ ചാൻഡലർ, ടിയാന ടൈലർ റീസെന്റ് വൺ ബാറ്റിൽ ആഫ്റ്റർ എടുത്ത പെണ്ണ്, പിന്നെ സാഷ, അങ്ങനെ ഇവരുടെ ഒക്കെ ഒരു പെർഫോമൻസ്, ആ പെർഫോമൻസും ഈ ഡയലോഗും ഈ ഒരു മൂഡ് സെറ്റ് ചെയ്തതും നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ എൻഗേജിങ് ആയിട്ട് വളരെ സോളിഡ് ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാം. ആ രീതിയിൽ കൊണ്ടുപോയി ഇങ്ങനെ റിവീൽ ചെയ്തിട്ട് നൈസ് ആക്ഷൻ ബ്ലോക്കൊക്കെ ആയിട്ട് അവസാനിപ്പിക്കുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമയാണ് ദ റിപ്പ്.